എന്താ ഭായി, വീണ്ടും ബോഡി നന്നാക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ മനസ്സിലുള്ളത് നീ മാത്രമേ അറിയുന്നുള്ളൂ. സംശയമുണ്ടോ? അതുപോലെ എന്റെ മനസ്സിനകത്തുള്ളത് നീ ഒന്ന് മനസ്സിലാക്ക. എല്ലാരെ കൊണ്ടും ബോഡി ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. നീയൊക്കെ ഒരു സുഹൃത്താണോടാ? ഡിസ്കറേജ് ചെയ്യണോ നീ? ഇതിനകത്ത് എന്താണ് വലിയ സംഭവം ഉള്ളത്? എടുക്ക്, ആ തമ്പിൾസ് ഇങ്ങോട്ട് എടുക്ക്. എന്നാ പിടിക്കേ. എന്താ ഭായി, എങ്ങനെ ഉണ്ടെന്നൊന്ന് പറ. ഇതിനൊടുക്കത്തെ ഭാരമാണടേ. നിന്നെ കൊണ്ട് ഇത്ര വലിയ ബോഡി ഉണ്ടാക്കാമെങ്കിൽ എനിക്ക് മാത്രം എന്തുകൊണ്ട് കഴിയില്ല? അതിന് കാരണം നിന്റെ എന്റെ ബോഡിയിലുള്ള ഡിഫറൻസ് ആണ്. കഴുത എത്ര തന്നെ തടി വെച്ചാലും അത് കഴുത തന്നെയാ, ആനയാവില്ല. എടാ, നീ എന്റെ സുഹൃത്തേ അല്ല. നിനക്ക് ഞാൻ നന്നാവുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അതെ ഭായി. അതേന്ന് പറയാനോടാ നീ? നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം, കേക്ക്. നിനക്ക് വെയിറ്റ് കൂട്ടാനൊന്നും പറ്റില്ല. നീ യോഗാസനം ചെയ്യേ, അതാ നല്ലത്. യോഗാസനോ? ആ, അത് ശരീരത്തിന് ഫിറ്റാണ്, മനസ്സിനും ഫിറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ എനർജിയും കിട്ടും. ആ, ഇതെന്തായാലും കൊള്ളാം. സംശയമുണ്ടോ? എന്താ, റെഡിയാണോ? യെസ്. ഇപ്പൊ ശ്വാസം ഉള്ളിലേക്ക് വലിക്കേ, വെളിവിട്. വലിക്കേ, വിട്, വലിക്കേ, അകത്തോട്ട് വലിക്കേ. ആ, പറയളിയാ. എടാ പേടിക്കണ്ട, ഇന്ന് 10 മണി വരെ ജിമ്മുണ്ട്. നീ വാ. എടാ, ശ്വാസം വെളിയിലേക്ക് വിട്, അല്ലെങ്കിൽ ഒരിക്കലും ശ്വാസം എടുക്കാൻ പറ്റാതെ പോവും. എന്റെ ഭായി, തനിക്ക് ഞാൻ വ്യത്യസ്തമായ ചില ആസനങ്ങൾ പറഞ്ഞു തരാം. നോക്കിക്കോ എത്രമാത്രം എനർജി കിട്ടുന്ന. പോപ്പട്ടനാരോ മുളക് തീറ്റിച്ചെന്നാ തോന്നുന്നേ. എടാ കഴുതേ, മുളകല്ലടാ, എനർജിയാ. യോഗാസനം പഠിക്കുക ഞാൻ. അതിന് കിട്ടിയ എനർജിയാ ഇത്. സംശയമുണ്ടോ? നീയൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതിയോടാ. എടാ, യോഗ ചെയ്യാൻ പഠിക്കും. യോഗ ജീവിതം തന്നെ മാറും. എന്തൊക്കെയായാലും പോപ്പട്ട് പറഞ്ഞത് ശരി തന്നെയാണ്. പെരുമഴ വരുന്നതിന് മുമ്പ് ഇടി ഇടിക്കണം. എനിക്കും യോഗാസനം പഠിക്കണം. അടികൈ പഠിപ്പിക്കോ? തീർച്ചയായും. നിങ്ങൾ എന്തായാലും ഒരു നല്ല കാര്യമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വരൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സൂര്യ നമസ്കാരം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തണം. എനിക്ക് കൈയില്ല, ചിറകേ ഉള്ളൂ. പക്ഷെ ഇത് മുകളിലേക്ക് ഉയർത്തി നിന്നാ മൂക്കും കുത്തി താഴെ വീഴും. സംശയമുണ്ടോ? ഓഹോ, ഇതല്ലാതെ തന്നെ ഒരുപാട് ആസനങ്ങൾ യോഗയിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു യോഗ ടീച്ചറിനെ നിയമിക്കാം. ഞാനുണ്ടല്ലോ, ഞാൻ എല്ലാവർക്കും യോഗ പറഞ്ഞു കൊടുക്കാം. സംശയമുണ്ടോ? ആ, എനിക്ക് സംശയമുണ്ട്. ഇവന്റെ അടുത്ത് ഞങ്ങൾ ആക്കിയിട്ട് പോകരുത് മാഡം. ഇവ അവസാനം ഞങ്ങളെ തത്തമ്മയാക്കി മാറ്റും. ഇത് നീയല്ല, നിന്റെ അസൂയാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അതിരാവിലെ പാടത്ത് മഞ്ഞക്കിളികൾ പറക്കും. ഞാൻ എങ്ങനെ യോഗാസനം പഠിക്കും? അടികൈ. കണ്ണാ സാറേ, എന്റെ കയ്യിൽ യോഗ പഠിക്കാനുള്ള ഒരു ബുക്ക് ഉണ്ട്. അത് വെച്ച് അങ്ങേക്ക് യോഗ പഠിക്കാവുന്നതാണ്. പോപ്പട്ടെ, ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? തെറ്റ് ചെയ്തില്ലേ? പോപ്പട്ടെ, നിനക്ക് വെച്ചിരുന്ന ലഡു ഇവനെടുത്ത് തിന്നു. എന്തിനാ തല്ലിയത്? പോപ്പട്ടിനോടുള്ള ദേഷ്യമാണ് നിന്നിലിപ്പോ കാണിച്ചത്. വലിയ ചിറകുണ്ടെങ്കിലും ഓസ്ട്രിച്ച് പറക്കില്ല. നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അടികൈ. ആ ശരി കൂട്ടുകാരെ, ആദ്യം നമ്മൾ പ്രാണായാമത്തിൽ നിന്നും തുടങ്ങാം. തുടങ്ങിക്കോളൂ, ഭക്തിയോടെ തുടങ്ങിക്കോളൂ. ഈ ബുക്കിൽ പറയുന്നത് ഓംലെറ്റ് ഉണ്ടാക്കാൻ തക്കാളിയും വേണമെന്നാണ്. ഇന്ന് ഞാൻ എന്തായാലും ഖന്ന സാറിന് വേണ്ടിയിട്ട് കൊറിയൻ ഓംലെറ്റ് ഉണ്ടാക്കും. ആദ്യം പത്മാസനത്തിൽ ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞു. ഇനി അടുത്തത്. ഇനി 2 ഉള്ളി എടുത്ത് നന്നായിട്ട് അരിയണം. ആദ്യമായി ചന്ദ്രനിൽ പോയത് ആംസ്ട്രോങ് ആണ്. യോഗയിൽ ഉള്ളി അരിയുന്നത് എന്തിനാണ്? അടികൈ. ഇനി നിങ്ങളുടെ വലതുകാലെടുത്ത് തോളിന് പുറകെ വെക്കൂ. ഇനി ഉള്ളിയോടൊപ്പം 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്താണ് ഇത്?
രാവിലത്തെ ചായക്ക് അത്ര കടുപ്പവും ഇല്ല, യോഗ പഠിക്കുന്നത് എളുപ്പവുമല്ല. അടികൈ. ഇനി ഇടത് കൈ എടുത്ത് വലതുവശത്ത് വെച്ച് നന്നായിട്ട് ബാലൻസ് ചെയ്യൂ. കോഴിയെ പിടിക്കാനായിട്ട് പൂച്ച പതുങ്ങിയിരിക്കുക. ആരെങ്കിലും രക്ഷിക്ക്. എന്റെ കാല് പുറകിൽ കുടുങ്ങിയിരിക്കുക. കൈയടിക്ക്. അയ്യോ. എന്റെ അമ്മച്ചിയെ കൊച്ചളിയ, ഈ യോഗാസനം എന്തായാലും നല്ലൊരു സംഭവമാ. തല തിരിഞ്ഞ നമസ്കാരം എങ്ങനെയാണെന്ന് ഞാൻ എന്തായാലും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. എടാ പോപ്പട്ട് കുഞ്ഞെ, നീ എന്തായി ചെയ്തു വെച്ചേ? കൊച്ചളിയ, പോപ്പട്ടിന് കുഞ്ഞുണ്ടോ? അല്ല ഇവന്റെ കല്യാണം എപ്പോഴാ കഴിഞ്ഞേ? എടാ നീ കുറച്ചു നേരം ഒന്ന് വായടിച്ച് നിൽക്കുന്നുണ്ടോ? പോപ്പട്ടെ, എന്തായാലും നിന്നെ ഞാൻ വിടില്ലടാ. കൊച്ചളിയ, നീ എന്നോട് സത്യം പറ, നീ ഇങ്ങോട്ട് വരികയാണോ അത് അങ്ങോട്ട് പോവാണോ? സാർ, എന്നെ ഒന്ന് അഴിച്ചു വിടണം സാർ. ഈ യോഗാസനം കാരണം ഞാനിപ്പോ കുടുങ്ങിയിരിക്കുകയാണ്. മിണ്ടിപ്പോവരുത്. നിങ്ങളൊക്കെ എന്താണ് കരുതിയത്? യോഗാസനം സാധാരണ കാര്യമെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ ശരീരം എത്ര മാറിയിരിക്കുന്നു അത് നിങ്ങൾ തന്നെ കണ്ടില്ലേ? ഒരു പ്രാവശ്യം ഇതൊന്ന് ശരിയാക്കി പോപ്പട്ടെ, പിന്നെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം ശരീരം മാറുന്നത് എങ്ങനെയാണെന്ന്. അതെ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്ക. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ. നീ ഒന്ന് മാറി നിൽക്ക്. നീ കാരണം പട്ടം വിടുന്ന നൂല് പോലെ ഞാൻ ഇപ്പൊ കുരുങ്ങി നിൽക്കുകയാണ്. ജോലി ചെയ്യാതെ ശമ്പളം കിട്ടിയാൽ അത് കിക്ക്. എന്റെ പുറകിൽ നീ കാലെടുത്ത് രക്ഷിക്കേ. അടികൈ, ഒന്ന് വേഗം. ഞാനിപ്പോ നന്നായി കൈയടിക്കാം. എന്നാൽ ഈ പോപ്പട്ടിന് കൈ കിട്ടിയാ അവനെ ഞാൻ അടിച്ച് പൊളിക്കും. ഓണപരീക്ഷയ്ക്ക് തോറ്റ കുട്ടിക്ക് അടി കിട്ടി. പോപ്പറ്റെ, നീ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടി. എന്റെ അമ്മച്ചി, എല്ലാം കുളമായെന്നാ തോന്നുന്നത്. തല വിട്ടോ പോപ്പട്ടെ, അല്ലെങ്കിൽ നിന്റെ പണിയും മറി തീർക്കും. അവിടെ നിൽക്കാൻ. ഇരിക്കാനാ പറഞ്ഞെ. ഓയ്. നിക്ക് പോപ്പട്ടെ. ഓയ്. പോപ്പറ്റെ, അവിടെ നിക്ക്. അവിടെ നിക്ക്. ഈ. ഓയ്. 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 നിക്കടാ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം യോഗാസനം കാരണമാണ് ഉണ്ടായത് മാഡം. കൊച്ചളിയ, ഇത്ര നേരം നീ പറഞ്ഞത് പോപ്പട്ട് കാരണം അതൊക്കെ സംഭവിച്ചെന്നോ? ഓഫോ, നിങ്ങൾ എല്ലാവരും കൂടി ഇത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കന്നാ സാറേ, പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. മൈദ കഴിച്ചാൽ ശരീരത്തിൽ പ്രശ്നമുണ്ടാകും. യോഗ ചെയ്താൽ ശരീരം തന്നെ കേടാകും. അടികൈ. ഓഹോ, ഇങ്ങനെ മണ്ടത്തരം പറയണത് ഒന്ന് നിർത്തണം കന്നാ സാർ. യോഗാസനം വളരെ നല്ലൊരു സംഭവമാണ്. എന്നാൽ നിങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്താൽ ഫലം ഇതുപോലെയായിരിക്കും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. സംശയട്ടോ? പോപ്പറ്റ്, ഇതിനെല്ലാം കാരണം നീ തന്നെയാണ്. നിനക്ക് യോഗയെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് പറഞ്ഞു കൊടുക്കാൻ പോയത്? സോറി മാഡം. നീ സോറി പറയേണ്ടത് മാഡത്തിനോടല്ല, ഞങ്ങളോടാണ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. പോപ്പറ്റ് നമ്മളോട് ഇപ്പൊ സോറി പറയും. താങ്ക് യു മാഡം. മാഡം കാരണമാണ് ഈ യോഗ എന്ന ശല്യത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടത്. അല്ല, യോഗാസനം നല്ലൊരു സംഭവമാണ്. അതെങ്ങനെയാണെന്ന് നാളെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ നാളെ ഒരു നല്ല യോഗ ടീച്ചറിനെ വരുത്തുന്നുണ്ട്. സന്തോഷായല്ലോ?